ഇന്ത്യയിൽ 5 വർഷത്തേക്ക് വാടക വർദ്ധിപ്പിക്കരുതെന്ന നിയമം തെറ്റിക്കുന്നവർക്കൊക്കെ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. വാടക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് റിയാദിൽ വൻ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്തരത്തിൽ തലസ്ഥാന നഗരിയിൽ 5 വർഷത്തേക്ക് പാർപ്പിട വാണിജ്യ വാടക ഉയർത്തുന്നത് വിലക്കുന്ന മന്ത്രിസഭാ തീരുമാനം പരിഗണിക്കാതെ കെട്ടിടങ്ങൾക്ക് വാടക ഉയർത്തിയ 18 ഉടമകൾക്കെതിരെയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. വാടക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് 20 ദിവസത്തിനിടെ 268 പരാതികൾ അതോറിറ്റിക്ക് ലഭിച്ചിരുന്നു. ഇതിൽ 250 പരാതികളിൽ രേഖകളുടെ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കി. 18 കെട്ടിട ഉടമകൾ നിയമം ലംഘിച്ചതായി വ്യക്തമാവുകയും ചെയ്തു. വാടക ഉയർത്തൽ ഒഴിഞ്ഞുകിടന്ന റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകളുടെ പുതിയ വാടക അവസാന വാടക കരാറിലെ തുകയേക്കാൾ ഉയർത്തൽ, വാടക കരാറുകൾ ഇജാർ നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കൽ, നിയമം നിർണയിച്ചതല്ലാത്ത സാഹചര്യങ്ങളിൽ വാടക കരാർ പുതുക്കാൻ വിസമ്മതിക്കൽ, വാടകക്കാരനെ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റ് ഒഴിയാൻ നിർബന്ധിക്കൽ എന്നീ നിയമലംഘനങ്ങളാണ് കെട്ടിട ഉടമകളുടെ ഭാഗത്ത് കണ്ടെത്തിയിരിക്കുന്നത്. നിയമലംഘനങ്ങൾ നടത്താൻ കെട്ടിട ഉടമകളെ സഹായിച്ച് ഇടപാടുകാരുടെ താൽപര്യങ്ങൾക്ക് കോട്ടം തട്ടിച്ചതായി കണ്ടെത്തിയ 11 റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്കെതിരെയും നടപടികൾ സ്വീകരിക്കും. നിയമാനുസൃത ശിക്ഷകൾ പ്രഖ്യാപിക്കാൻ ഇവർക്കെതിരായ കേസുകൾ പ്രത്യേക സമിതിക്ക് കൈമാറി. റിയാദ് നഗരപരിധിയിൽ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാടക കരാറുകളിൽ വാർഷിക വാടക വർധനവ് സെപ്റ്റംബർ 25 മുതൽ 5 വർഷത്തേക്കാണ് താൽക്കാലികമായി വിലക്കിയിരിക്കുന്നത്. നിലവിലുള്ള വാടക കരാറുകൾക്കും പുതിയ കരാറുകൾക്കും ഇത് ഒരുപോലെ ബാധകമാണ്. നിലവിലുള്ളതോ പുതിയതോ ആയ കരാറുകളിൽ നേരത്തെ പരസ്പരം സമ്മതിച്ചിട്ടുള്ള വാടക കെട്ടിട ഉടമ വർദ്ധിപ്പിക്കാൻ പാടില്ല. റിയാദ് നഗരപ്രദേശത്ത് നേരത്തെ വാടകയ്ക്ക് നൽകിയതും ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നതുമായ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാടക തുക അവയുടെ അവസാനത്തെ വാടക തുകക്ക് അനുസൃതമായി സ്ഥിരപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ മുമ്പ് വാടകയ്ക്ക് നൽകാത്ത റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾക്കുള്ള വാടക കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിൽ പരസ്പര ധാരണയിൽ എത്തുന്നത് പ്രകാരം കണക്കാക്കും. കരാർ കാലാവധി അവസാനിക്കുന്നതിന് കുറഞ്ഞത് 60 ദിവസം മുമ്പെങ്കിലും പുതുക്കാൻ വിസമ്മതിക്കുന്നതായി ഒരു കക്ഷി മറ്റേ കക്ഷിയെ അറിയിച്ചില്ലെങ്കിൽ രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും വാടക കരാർ സ്വയമേവ പുതുക്കിയതായി കണക്കാക്കപ്പെടും. പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുമ്പോൾ 90 ദിവസമോ അതിൽ കുറവോ ശേഷിക്കുന്ന കാലാവധി പ്രത്യേകം നിശ്ചയിച്ച കരാറുകൾ പുതുക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം അറിയിച്ച് നോട്ടീസ് സമർപ്പിക്കാനുള്ള നിർദ്ദിഷ്ട കാലയളവ് അവസാനിച്ച ശേഷം 2 കക്ഷികളും പരസ്പര സമ്മതത്തോടെ അവസാനിപ്പിക്കാൻ സമ്മതിക്കുന്ന കരാറുകൾ എന്നിവയ്ക്ക് ഈ വ്യവസ്ഥ ബാധകമല്ല. റിയാദ് നഗരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടികളിൽ വാടകക്കാരൻ കരാർ പുതുക്കാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ കെട്ടിട വാടക കരാർ പുതുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും വസ്തു ഒഴിയാൻ വാടകക്കാരനെ നിർബന്ധിക്കാനും പാടില്ല. വാടക കൃത്യമായി അടക്കുന്നതിൽ വാടകക്കാരൻ വീഴ്ച വരുത്തൽ, ബന്ധപ്പെട്ട സർക്കാർ വകുപ്പ് അംഗീകരിച്ച സാങ്കേതിക റിപ്പോർട്ട് പ്രകാരം വസ്തുവിന്റെ സുരക്ഷയെയും താമസക്കാരുടെയും സുരക്ഷയെയും ബാധിക്കുന്ന ഘടനാപരമായ വൈകല്യങ്ങൾ, തന്റെ സ്വകാര്യ ഉപയോഗത്തിനോ അടുത്ത ബന്ധുവിന്റെ ഉപയോഗത്തിനോ വേണ്ടി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉപയോഗിക്കാനുള്ള ഭൂ ഉടമയുടെ ആഗ്രഹം എന്നീ 3 സാഹചര്യങ്ങളിൽ ഇത് ബാധകമല്ല.